നിങ്ങൾ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഞാൻ പഴയ കഴിക്കുന്നതിനേക്കാളും ഫുഡ് കുറവാണ് കഴിക്കുന്നത്, ഞാൻ പഴയതിനേക്കാളും കൂടുതൽ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, വാക്കിങ് ഞാൻ 10,000 സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ പണ്ട് കുറയുന്നതിൻ്റെ ഒരു ഭാഗം പോലും വെയിറ്റ് എനിക്ക് എന്താണ് കുറയാത്തത്. 35 വയസ്സിന് മേലുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നതാണ് വെയിറ്റ് പഴയ പോലെ കുറയാതിരിക്കുക. എത്ര ട്രൈ ചെയ്തിട്ടും നമുക്ക് ആ ചേഞ്ച് കാണാതെ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ഫ്രസ്ട്രേറ്റിങ്ങും മെന്റലി തളർത്തുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത് ഈ ഒരു പ്രായക്കാരായിട്ടുള്ള സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ്. സോ നിങ്ങൾ ഇത് ആലോചിച്ചുണ്ടാക്കില്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെ വെയിറ്റ് കുറയാത്തതിന്റെ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ കാരണത്തിൽ ആദ്യത്തെ കാര്യങ്ങളാണ് നിങ്ങളെ ഹോർമോൺസ് നിരന്തരം മാറി മാറി വരികയാണ്. നമ്മളൊരു ബയോളജിക്കൽ ബീയിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺസ് ആണ് പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ മൂഡ്, നമ്മുടെ എനർജി ലെവല്, നമ്മളിനി എന്ത് ചെയ്താൽ തന്നെ ഈ ഹോർമോൺസിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എനർജിയും മൂഡും സ്ട്രെസ് ലെവൽ കുറയിലും ഒന്നും ഉണ്ടാവില്ല. മിഡ് 30സിലും 40ൻ്റെ ഒക്കെ ഇടയ്ക്ക് പെരിമെനോപോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിലേക്ക് ലേഡീസ് കടന്നു പോകും. ഈ സമയത്ത് ഈസ്ട്രോജന്റെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിപ്പ് ഉണ്ടാവും. ഈ ഒരു ഹോർമോണിന്റെ ഡിപ്പ് കൊണ്ട് തന്നെ പല ഹോർമോണിനെ ഇത് ബാധിച്ച് ഹോർമോണിന്റെ ഇക്വിലിബ്രിയം തന്നെ ഇംബാലൻസ് ആയി പോകുന്നത് കാണാൻ വേണ്ടി സാധിക്കും. വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണിത്. ഈ ഈസ്ട്രോജന്റെ ഫ്ലക്ച്വേഷൻ നോർമലി നിങ്ങളെ പെട്ടെന്ന് തന്നെ ഫാറ്റി ആക്കൂല. പക്ഷേ ഈ ഫാറ്റുകളൊക്കെ കൂടുതൽ എവിടെയാണ് ബോഡിന്റെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. സാധാരണ ഇടുപ്പുകളിലും തൈസിലും ഒക്കെ ഫാറ്റ് സ്റ്റോറേജ് കാണുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇതിനേക്കാളും കൂടുതൽ മിഡ് സെക്ഷനിൽ വയറൊക്കെ കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ കൂടെ തന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മൂഡ് ചേഞ്ചസ്, നല്ല രീതിയിലുള്ള ക്രേവിങ്സ്, വാട്ടർ റിട്ടൻഷൻ കൂടുക, വെള്ളം കൂടുതൽ ശരീരം പിടിച്ചു ഒരു നീര് പോലുള്ള ഒരു കണ്ടീഷനിലേക്ക് വരിക, ഭയങ്കര ക്ഷീണം വരിക, ഇത്തരം സംഗതികൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇഫ് യുവർ ബോഡി സഡൻലി ഫീൽസ് ഡിഫറെന്റ്, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, ഇത് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് ഈ സമയത്ത്. രണ്ടാമത്, യു ആർ ലൂസിങ് മസിൽസ് വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ആംസ് ഒക്കെ ഫ്ലാബി ആയി പോകുന്നുണ്ട്, നല്ല രീതിക്ക് നിങ്ങളെ ബോഡി ലൂസായി പോകുന്നുണ്ട്, പഴയ ആ ഒരു ടൈറ്റ്നസ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിന്റെ മെയിൻ പ്രശ്നം ആഫ്റ്റർ ഏജ് ഓഫ് 30 ലേഡീസിന് നല്ല രീതിക്ക് മസിൽ ലോസ് ഉണ്ടാവും, പേശികൾ നഷ്ടപ്പെടും, മസിൽ അട്രോഫി സംഭവിക്കും ആസ് യു ഏജ്. ഏജിനോട് ഭാഗമായിട്ട് സാധാരണയായി കാണപ്പെടുന്ന സാധനമാണ്. നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കായികമായി ഒട്ടും ആക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിക്ക് വർദ്ധിക്കും. ആൻഡ് ദ ലെസ് മസിൽ യു ഹാവ് ദ ഫ്യൂവർ കാലറീസ് യുൽ ബേൺ. അതായത് നിങ്ങൾക്ക് മസിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ഓവറോൾ സ്പെൻഡ് ചെയ്യുന്ന കാലറീൻ്റെ അളവും കുറയും. ഇത് നിങ്ങളുടെ സെയിം ഡയറ്റ് പണ്ട് വർക്ക് ചെയ്തത് ഇപ്പം വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. അതായത് മെറ്റബോളിസത്തിനെ ഓവറോൾ എഫക്ട് ചെയ്യുന്നുള്ളത്. മെറ്റബോളിസം എന്ന് ഉദ്ദേശിക്കുന്നത് മെറ്റബോളിക് കാലറി, അതായത് നിങ്ങളുടെ ബോഡി ജീവൻ നിലനിർത്താൻ വേണ്ടി ചെലവാക്കുന്ന എനർജി ഇപ്പം താരതമ്യേന കുറയും എന്നുള്ളത്. ഇതിന് സൊല്യൂഷൻ സ്ട്രെങ്ത് ബിൽഡിംഗ് ഒക്കെ ചെയ്ത് മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അടുത്ത റീസൺ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഇപ്പം നിങ്ങളെക്കാളും കൂടുതൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും. വീട്ടിലത്തെ റെസ്പോൺസിബിലിറ്റി, ഫാമിലി പരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടി വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ ഒക്കെ കൂടെ അമിതമായ സ്ട്രെസ് ഉണ്ടാവും. നിങ്ങൾ 20 വയസ്സ് കാലഘട്ടത്തിനേക്കാളും കുറച്ചേ നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുകൂടാണ്ട് ഈ ജോലികളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിരിക്കും. ഇത്തരം ചെറിയ ചെറിയ ഇനാക്റ്റീവ് ആയിട്ടുള്ളതും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഇതിന് കാരണമാണ്. റീസൺ നമ്പർ 4, നേരത്തെ പറഞ്ഞ സ്ട്രെസ് നിങ്ങളുടെ എതിരെയായിട്ട് വർക്ക് ചെയ്യാണ്. സ്ട്രെസ് കൂടുമ്പോൾ തന്നെ നമുക്ക് കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടും. കോർട്ടിസോൾ ഒരു സ്ട്രെസ് ഹോർമോൺ ആണ്. ഇത് ശരിക്കും നല്ല ഹോർമോണാണ്. പക്ഷേ ഇത് അമിതമായി എന്നും ഓവർ ത്രെഷോൾഡ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നോർമൽ ലെവലിനേക്കാളും കൂടുതൽ എപ്പോഴും ക്രോണിക് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഹോർമോണൽ ഇക്വിലിബ്രിയത്തിനെ ഇത് ബാധിക്കുകയും ചെയ്യും. നല്ല രീതിക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ കൂട്ടാൻ ഈ ഒരു കോർട്ടിസോൾ കാരണമാവും. ഇതിനോടൊപ്പം തന്നെ അമിതമായ സ്ട്രെസ് ഈറ്റിങ്ങിലേക്കും നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരു പ്രവണത കൂട്ടാനുള്ള സാധ്യതയും വർദ്ധിക്കും. സോ ഇതിൻ്റെ കൂടെ തന്നെ മാനേജിങ് സ്ട്രെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റീസൺ നമ്പർ 5, പലപ്പോഴും പിള്ളേരുടെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉറങ്ങുന്നത് ഒരു നേരമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പല ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് കൂടെ ഇതിൻ്റെ കൂടെ വരുമ്പോൾ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിക്ക് വരെ ഇത് ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉറക്കം കൂടെ മോശമാണെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഇതും കൂടെ ഉണ്ടാവും. അപ്പോൾ സ്ലീപ്പും നിങ്ങളത് പണ്ടത്തേനേക്കാളും ബെറ്റർ അല്ലാത്തൊരവസ്ഥയും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരക്കാർക്ക് ഇങ്ങനെ സ്ലീപ്പിന്റെ പ്രശ്നം കൂടെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. കാരണം സ്ലീപ്പ് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ ലെപ്റ്റിൻ ഗ്രലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹങ്കർ റെഗുലേറ്റിംഗ് ഹോർമോൺസ് ഇറഗുലർ ആവും. അത് തന്നെ നിങ്ങൾ കൂടുതൽ ക്രേവിങ്സ് ഉണ്ടാക്കാനും കൂടുതൽ നിങ്ങളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനും നിങ്ങളുടെ ബോഡി ശ്രമിക്കും. ഇനി അടുത്ത 6ാമത്തെ റീസൺ ആണ് ഇയേഴ്സ് ഓഫ് ഡയറ്റിംഗ് ക്യാൻ ബാക്ക് ഫയർ. അതായത് നിങ്ങൾ കാലാകാലങ്ങളായി ഒരുപാട് ഫാൻസി ഡയറ്റും കീറ്റോ ഡയറ്റ്, പാലിയോ ഡയറ്റ്, അറ്റ്കിൻസ് ഡയറ്റും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നിരന്തരമായി വരികയാണെങ്കിൽ ഡയറ്റ് ഒന്നും നിങ്ങളുടെ ബോഡിക്ക് എഫക്ട് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരും. ഇങ്ങനെ നിരന്തരമായി പല ഡയറ്റും ചെയ്ത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള പ്രക്രിയയിൽ റിപ്പീറ്റഡ് ആയിട്ട് പോകുമ്പോൾ ഇത് ഓഫൻ നിങ്ങൾക്ക് കൂടുതൽ ഫ്രസ്ട്രേഷൻ തരികയാണ് ചെയ്യുക. ബോഡിക്ക് തൊട്ടും നല്ലതുമല്ല. ഈ ഒരു കാര്യം ഹെൽത്തി ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. വെയിറ്റ് ലോസ് ഒരു സസ്റ്റൈനബിലിറ്റിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. റീസൺ നമ്പർ 7, യു ആർ ഫോക്കസിംഗ് ഓൺ ഈറ്റിംഗ് ലെസ് നോട്ട് റൈറ്റ്. നിങ്ങൾ കറക്റ്റ് വേണ്ട പോഷകം എത്തുന്നുണ്ടോ എന്നുള്ളത് ഉപരി എന്നും കുറച്ച് കഴിക്കാൻ നോക്കുക. അങ്ങനെ കൊല്ലങ്ങളായിട്ട് നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്ത് എപ്പോഴും ഓൺ ആൻഡ് ഓഫ് ഡയറ്റും ഫോളോ ചെയ്ത് അതിന് കൂടെ നിങ്ങൾ കഴിക്കുന്നത് കുറച്ച് കൊണ്ടുവന്നു
കഴിഞ്ഞാൽ മെറ്റബോളിസം തന്നെ കുറഞ്ഞു വരും. നിങ്ങളെ ബോഡി ഒട്ടും എനർജി സ്പെൻഡ് ചെയ്യില്ല. കാരണം നിങ്ങൾ വേണ്ട എനർജിയും കഴിക്കുന്നില്ല, ന്യൂട്രീഷനും കൊടുക്കുന്നില്ല ബോഡിക്ക്. അമിതമായ റൈസ് അവോയ്ഡ് ചെയ്യുക, ഒരുപാട് മീൽ സ്കിപ്പ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കഴിച്ച് വെയിറ്റ് കുറയും എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇറഗുലർ ആയിട്ടുള്ള ഈറ്റിംഗ് പാറ്റേൺസിൽ വരുമ്പോൾ ഫുഡ് താരതമ്യേന കുറച്ച് കഴിച്ചാൽ നിങ്ങളുടെ ബോഡിക്ക് ഒട്ടും എനർജി ഉണ്ടാവില്ല. ദ ലെസ് എനർജി യു ഹാവ്, ദ ലെസ് എനർജി യു സ്പെൻഡ്. സോ ഇവിടെ നിങ്ങളെ ഗോൾ തന്നെ നിങ്ങളെ പട്ടിണിക്ക് ഇടാന്നല്ല, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതാണ് റീസൺ നമ്പർ 7. 35+ ആയിട്ടുള്ള ലേഡീസിന് പെരിമെനപ്പോസിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മിഡ് സ്റ്റേജിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ഫ്രീ കോഴ്സ് ഞാൻ എൻ്റെ സൈറ്റിലിട്ടുണ്ട്. www.habitlab.in കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്രീ കോഴ്സ് ആക്സസ് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തിട്ട് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം. ഇവിടുന്ന് കൃത്യമായി നിങ്ങൾക്ക് വിളിച്ചിട്ട് ഒരു ഡീറ്റെയിൽ കൺസൾട്ടേഷൻ തരുന്നതായിരിക്കും. അവസാനത്തേക്ക് പറയാനുള്ളത് 35 വയസ്സിന് മേലുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏൽക്കാതെ വരും. ഇത് നോർമലാണ്. ഈ സമയത്ത് നിങ്ങൾ വളരെ മൈൻഡ്ഫുള്ളായി നിങ്ങളെ ശ്രദ്ധിക്കുക, ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, സ്ട്രെസ് മാനേജ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നല്ലൊരു പ്ലാന്, ഇനി അഡീഷണൽ സ്ട്രെസ് തരാത്ത രീതിയിൽ വർക്കൗട്ട് പ്ലാനും കാര്യങ്ങളുണ്ട്, സ്ലീപ്പ് ബെറ്റർ ആണ് എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയ കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത് ബെറ്റർ ആവും. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനും ഹോർമോണൽ എഫിഷ്യൻസീസും ചേഞ്ചസും ഒക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള കാര്യം. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. 44 years old അഞ്ജന ഫിലിപ്പ് എന്ന് പറഞ്ഞ ലേഡി ട്രാൻസ്ഫോം ആയിട്ടുള്ളത്. ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സമയം മാസങ്ങളോളം വെയിറ്റ് കുറയാണ്ട് നിന്നിട്ടുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഒരു 8 മാസം കൊണ്ട് 20 kg ഇവർ കുറച്ചിട്ടുണ്ട്. ആ റീലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ തന്നെ ഇടാം. നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് 35 44 വയസ്സുണ്ടോ എന്നുള്ളതല്ല, നിങ്ങൾ അപ്രോച്ച് എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങളെ മനസ്സിനെ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട് എന്നുള്ളതിലാണ്. ഈ സമയത്ത് കൂടുതൽ നമ്മൾ ഇത്തരം അപ്രോച്ച് സ്വീകരിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കണം, മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഇനിയൊരു നെക്സ്റ്റ് അടിപൊളി ഡയറ്റോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർക്കൗട്ടോ അല്ല, അപ്രോച്ചാണ് നമ്മൾ ഇതിന് മാറ്റുന്നത്. സോ എല്ലാവരുടെയും ഹെൽത്ത് ബെറ്റർ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ മെന്റലി സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.